പ്രൈസ് ദി ലോർഡ്. പ്രഭാതമന്നയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ രാവിലെയും ദൈവത്തിൽ നിന്ന് പുതിയത് പ്രാപിക്കുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ മരുഭൂമി യാത്രയിൽ അനുദിനം ദൈവിക മന്നകളെ പെറുക്കിയെടുത്ത് ജയത്തോടെ മുന്നേറുവാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 64-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. യെശയ്യാവ് 64-8. എങ്കിലോ യഹോവേ, നീ ഞങ്ങളുടെ പിതാവ്, ഞങ്ങൾ കളിമണ്ണ്, നീ ഞങ്ങളെ മെനയുന്നവനുമാകുന്നു, ഞങ്ങളെല്ലാവരും നിന്റെ കൈപ്പണിയത്രേ. പ്രിയരെ, ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രവചന ഭാഗത്ത് മനുഷ്യനും ദൈവവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തിൻ്റെ ആഴമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, പ്രവാചകൻ പറയുകയാണ്, ദൈവം ഞങ്ങളുടെ പിതാവാണ്. എത്ര അനുഗ്രഹിക്കപ്പെട്ട, എത്ര വിലയേറിയ ഒരു ജീവിതമാണ് ദൈവം നമ്മുടെ പിതാവായിരിക്കുക എന്നുള്ളത്. ദൈവം നമ്മുടെ അപ്പനായി തീർന്നാൽ നമ്മുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ സകല വിഷയങ്ങൾക്കകത്തും ഒരപ്പൻ തൻ്റെ മകൻ്റെ വിഷയങ്ങൾക്കകത്ത് ഇടപെടുന്നത് പോലെ നമ്മുടെ ദൈവം നമ്മുടെ വിഷയങ്ങൾക്കകത്ത് ഇടപെടുവാനായി തുടങ്ങും. ഒരുപാട് പ്രശ്നങ്ങളോടെ, ഒരുപാട് പ്രതിസന്ധികളോടെ ഉത്തരം പറയാനില്ലാതെ ജീവിതം മടുത്ത് ആരെങ്കിലും ഈ സന്ദേശം ശ്രദ്ധിക്കുന്നെങ്കിൽ ഈ വാക്യം നമ്മളോട് പറയുകയാ, നമുക്കൊരപ്പനുണ്ട്, നമുക്കൊരു പിതാവുണ്ട്. അത് മാനുഷികമായി നമ്മെ ജനിപ്പിച്ചൊരപ്പനല്ല, അതിനേക്കാൾ എത്രയോ ബലവാനായ നമ്മുടെ സ്വർഗീയ പിതാവാണ്. ഒന്നാമത്തെ കാര്യം അതിനകത്ത് എഴുതിയിരിക്കുന്നു, ദൈവം ഞങ്ങളുടെ പിതാവാണ്. തൊട്ടടുത്ത് പ്രവാചകൻ പറയാൻ തുടങ്ങുകയാണ്, ഞങ്ങൾ കളിമണ്ണാണ്. നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ കുശവന്റെ കയ്യിൽ പണിതുകൊണ്ടിരിക്കുന്ന കളിമണ്ണിനെ കുറിച്ച് തിരുവചനത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതേ കാര്യം തന്നെ യെശയ്യാവ് പറയുകയാണ്, ഞങ്ങൾ കളിമണ്ണാണ്. നിശ്ചയമായിട്ടും ഞങ്ങളാകുന്ന കളിമണ്ണിന് രൂപം തരുവാൻ, ഞങ്ങളെ ഭംഗിയാക്കി തീർക്കുവാൻ, ഞങ്ങളെ പണിയുവാൻ, ഞങ്ങളെ മെനയുവാൻ, മാനപാത്രമാക്കി മാറ്റുവാൻ കുശവന് ഞങ്ങളുടെ മീതെ അധികാരമുണ്ട്. ഞാൻ അവിടെ നിർത്തി ഒരു ആലോചന പറയാം. എത്ര തകർന്നതാണെങ്കിലും, എത്ര ഉടഞ്ഞതാണെങ്കിലും, ഒന്നിനും കൊള്ളാത്തതാണെങ്കിലും കുശവന്റെ കയ്യിലിരിക്കുന്നിടത്തോളം കാലം ആ മണ്ണിനെ കുറിച്ച് പ്രതീക്ഷയുണ്ട്. ദൈവകരങ്ങളിൽ ഇരിക്കുന്നവരെ, ദൈവമുഖത്തേക്ക് നോക്കുന്നവരെ, ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ, വിഷയങ്ങൾ ധാരാളമുണ്ടെങ്കിലും, പ്രതിസന്ധികൾ കണ്ണിൻ്റെ മുൻപിലുണ്ടെങ്കിലും, ഒന്നിനും കൊള്ളാത്തതുപോലെ തകരപ്പെട്ടിരിക്കുന്നൊരു പാത്രം പോലെ ജീവിതമായി പോയെങ്കിലും വിശ്വസിക്ക്, ഈ നമ്മളാകുന്ന മണ്ണിൻ്റെ മീതെ അധികാരമുള്ള കുശവന്റെ കയ്യിലാണ് നാം ഇരിക്കുന്നത്. അവന് എന്തും ചെയ്യുവാനായി കഴിയും. ഒന്നാമത്തെ കാര്യം എഴുതിയിരിക്കുന്നു, ദൈവം ഞങ്ങളുടെ പിതാവാണ്. രണ്ടാമത്തെ കാര്യം പറയുന്നത്, ഞങ്ങൾ കളിമണ്ണാണ്. താഴോട്ട് വായിക്കുമ്പോൾ എഴുതിയിരിക്കുന്നു, നീ ഞങ്ങളെ മെനയുന്നവനുമാകുന്നു. അക്ഷരാർത്ഥത്തിൽ ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ജീവിതം പാഴായി പോയെന്നും ഉടയപ്പെട്ടെന്നും ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഞാനൊരു ആലോചന പറയാം. ഉടയപ്പെട്ടതിനെയും തകർന്നു പോയതിനെയും വലിച്ചെറിയാതെ മെനയുന്ന നല്ലൊരു ദൈവമുണ്ടെന്ന്
ഇന്ന് രാവിലെ നമ്മൾ തിരിച്ചറിയണം, എവിടെയൊക്കെയാണോ തകർച്ചകൾ സംഭവിച്ചത്, എവിടെയൊക്കെയാണോ നശിച്ചിരിക്കുന്നത്, ഏതെല്ലാം മേഖലകളാണോ ഉടയപ്പെട്ട് കിടക്കുന്നത്, കുശവന്റെ ബലമുള്ള കരം ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ മേഖലകളെ പണിയുന്ന പകലായി തീരട്ടെ. ഒന്ന് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുവാൻ നമുക്ക് കഴിയുമോ? മെനയുവാൻ കഴിയുന്ന കർത്താവ്. നമുക്കറിയാം, ഗദരദേശത്ത് ആകെ തകർന്നു പോയൊരു മനുഷ്യനുണ്ടായിരുന്നു. മാനസിക രോഗിയായി തീർന്നൊരു മനുഷ്യൻ, ആരാലും അടക്കുവാൻ കഴിയാത്തൊരു മനുഷ്യൻ, ചങ്ങല ഉരുമിപ്പൊട്ടിച്ചുകൊണ്ട്, സ്വന്തം ശരീരം ഇടിച്ചു മുറിച്ചുകൊണ്ട്, ഭയാനകനായി എല്ലാവരാലും മാറ്റപ്പെട്ട് കഴിയുന്ന ഒരു മനുഷ്യൻ. ഞാൻ പറഞ്ഞത്, അവനെ പണിയുവാൻ, സുബോധമുള്ളവനാക്കി തീർക്കുവാൻ യേശുവിന് കഴിഞ്ഞു എങ്കിൽ, ഇന്ന് പ്രഭാതത്തിൽ വിഷയം എത്ര വലിയതാണെങ്കിലും കുശവന്റെ കരങ്ങളിലേക്ക് കൊടുത്താൽ നിശ്ചയമായിട്ടും ഒരു പണി ചെയ്യുവാൻ, മെനയുവാൻ അവന് കഴിയുമെന്ന് തിരുവചനം പറയുകയാ. നീ മെനയുന്നവനുമാകുന്നു, ഞങ്ങളെല്ലാവരും നിന്റെ കൈപ്പണിയത്രേ. ദൈവത്തിന്റെ വിരലുകളിൽ നമ്മിൽ ചലിച്ചാൽ, ദൈവത്തിന്റെ കരം നമ്മുടെ മീതെ വച്ചാൽ, നിശ്ചയമായിട്ടും കേടുപാടുകൾ ഇന്ന് പകൽ തീർന്നിരിക്കും. ആകുലതയോടും ഭാരത്തോടും വേദനയോടും നിരാശയോടും ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ആരൊക്കെ ശ്രമിച്ചിട്ടും, എന്തൊക്കെ ചെയ്തിട്ടും, ആരൊക്കെ ഉപദേശിച്ചിട്ടും, ഏതെല്ലാം മരുന്ന് കഴിച്ചിട്ടും ആമേൻ ശരിയാകാത്ത വിഷയങ്ങളുടെ മീതെ ഞരങ്ങിക്കൊണ്ട്, കരഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ സന്ദേശം ശ്രദ്ധിക്കുന്നെങ്കിൽ, നിശ്ചയമായിട്ടും ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിന് നിങ്ങളോട് പറയാനുള്ളത്, ആമേൻ, നീ എൻ്റെ മകനാണ്, നീ എൻ്റെ മകളാണ്. അങ്ങനെയാണെങ്കിൽ പ്രിയരെ, ഒരപ്പൻ തൻ്റെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്നത്, ഒരപ്പൻ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്, നിശ്ചയമായിട്ടും ദൈവം നമുക്ക് വേണ്ടി ചെയ്യുവാനിടയായി തീരും. ഒന്ന് ഞാൻ പറഞ്ഞത്, നീ ഞങ്ങളുടെ പിതാവാണ്. ഈ പ്രഭാതത്തിൽ അങ്ങനെ അധരം തുറന്ന് ഏറ്റു പറയുവാൻ കഴിയുമോ? ദൈവം എൻ്റെ പിതാവാണെന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മൾ സമർപ്പിക്കണം, ഏൽപ്പിച്ചു കൊടുക്കണം, ഞങ്ങൾ കളിമണ്ണാണെന്ന്. ആമേൻ. നിശ്ചയമായിട്ടും അങ്ങനെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഒരു മെനയൽ നമ്മുടെ ജീവിതത്തിൽ നടക്കുവാനായി തുടങ്ങും. എവിടെയാണോ തകർച്ചകൾ വന്നത്, സമാധാനം ചോർന്നു പോയോ, സന്തോഷം ചോർന്നു പോയോ, ആരോഗ്യം ചോർന്നു പോയോ, സ്വസ്ഥതയോടെ മുൻപിലേക്ക് പോകുവാൻ കഴിയുന്നില്ലയോ, കണ്ണടയ്ക്കുമ്പോഴും തുറക്കുമ്പോഴും ജീവിതം വെറും ശൂന്യമായെന്നുള്ള ആകുലതയോടെയാണോ നിങ്ങൾ ഈ സന്ദേശം ശ്രദ്ധിക്കുന്നത്? ആമേൻ. ഏതനുഭവത്തിലുള്ളതിനെയും, എത്ര തകർന്നതിനെയും മെനയുവാൻ കഴിയുന്ന കർത്താവിൻ്റെ കരം ഇന്ന് പകൽ നമുക്ക് വേണ്ടി വെളിപ്പെടട്ടെ. അടക്കി നാറ്റം വച്ച ലാസറിനെ മെനയുവാൻ കഴിഞ്ഞെങ്കിൽ, ആമേൻ. നമുക്കറിയാം, തിരുവചനത്തിനകത്ത് ഒന്നിലധികം ഇടങ്ങളിൽ മനുഷ്യന് പരിഹരിക്കുവാൻ കഴിയാത്ത പ്രതിസന്ധികളെ കൈകാര്യം ചെയ്ത ദൈവത്തിന്റെ പ്രവൃത്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പകൽ നിശ്ചയമായിട്ടും വലിയ ദൈവകൃപയും വലിയ ദൈവപ്രവൃത്തിയും നമുക്ക് വേണ്ടി വെളിപ്പെടും. നമുക്ക് പറയാമോ, ഞങ്ങൾ മണ്ണാണ്. കുശവന് മണ്ണിന്റെ മീതെ അധികാരമുള്ളതുപോലെ, കുശവന് മണ്ണിന്റെ മീതെ അധികാരമുള്ളതുപോലെ, മെനയുന്നവനെ, നിനക്ക് ഞങ്ങളുടെ മീതെ അധികാരമുണ്ട് എന്ന് പറഞ്ഞ് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ? ഈ പകൽ ഒരു മെനയൽ നടക്കുന്ന പകലായി തീരട്ടെ. കേടുപാടുകളെ തീർക്കുന്ന, ആമേൻ, ഉപയോഗിക്കത്തക്ക നിലയിൽ കരങ്ങളിൽ ദൈവം നമ്മളെ എടുക്കുന്ന ഇതൊരത്ഭുതത്തിൻ്റെയും ദൈവ പ്രവൃത്തിയുടെയും പകലായി തീരട്ടെ. ഇന്ന് പകലൊരു മെനയൽ നടക്കേണ്ടതിന് പ്രാർത്ഥിക്കാമോ ദൈവത്തോട്?
പരിശുദ്ധ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും തൃക്കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു. ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഈ രാവിലെയുള്ള തിരുവചന ചിന്ത വിടുതലിന് കാരണമായി തീരട്ടെ. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായി കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.